അതെ, നമുക്ക് അപ്പം ഉണ്ടാക്കാം. ഈ പാലപ്പം, വെള്ളയപ്പം എന്നൊക്കെ പറയുന്ന അപ്പം. ഇത് സാധാരണ പ്ലെയിൻ അപ്പമല്ല. ഇതിലേക്ക് ഞാൻ ആ പ്ലെയിൻ അപ്പത്തിൻ്റെ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് ഒരു 3 ഇൻഗ്രീഡിയൻസ് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. വെളുത്തുള്ളി, കുഞ്ഞുള്ളി, ജീരകം. തികച്ചും ഓപ്ഷണലാണ്. ഇതിട്ടാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കയറി നിൽക്കുന്നത് ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒരു ടേസ്റ്റ് ആയിരിക്കും. എനിക്കിഷ്ടമാണ്. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എപ്പോഴും പ്ലെയിൻ അപ്പം ഉണ്ടാക്കുന്നതിൽ നിന്നൊരു ഡിഫറൻസ് നമുക്ക് മാറ്റിപ്പിടിക്കാം. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിനാണ് അളവെടുക്കാറ്. ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അരി നേരത്തെ കുതിർക്കാൻ വെക്കും. ഒരു 4 മണിക്കൂർ കൊണ്ടൊക്കെ അരയ്ക്കാൻ പാകത്തിന് അരി കുതിർന്ന് കിട്ടും. നമ്മൾ എത്രയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ നേർ പകുതി വേണം തേങ്ങയും അവലും എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 1.5 ഗ്ലാസ് തേങ്ങയും 1.5 ഗ്ലാസ് അവലുമാണ് എടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ 2 അല്ലി വെളുത്തുള്ളി, 2-3 ഒരു ചെറിയ ഉള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്താണ് ഫസ്റ്റ് ബാച്ച് അരച്ചെടുക്കുന്നത്. ഈസ്റ്റ് ചേർക്കുന്നത് പുളിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, അത് അറിയാലോ. പിന്നെ ഇപ്പോൾ തണുപ്പ് കാലമായത് കാരണം പുളിക്കാൻ നല്ല താമസമാണ് കേട്ടോ. ഞാൻ സാധാരണ രാത്രിയിൽ അരച്ച് വെച്ചാൽ പകലാകുമ്പോഴത്തേക്കിനും പുളിച്ച് കിട്ടുന്നതാണ്. ഇപ്രാവശ്യം ഞാൻ രാത്രി അരച്ചിട്ട് ഒരു ഉച്ചയോടടുത്തപ്പോഴാണ് എനിക്ക് വേണ്ട രീതിയിൽ അതൊന്ന് പുളിച്ച് കിട്ടിയത്. ഫസ്റ്റ് ബാച്ചിൽ ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ തേങ്ങാവെള്ളം 1 ഗ്ലാസ് ആഡ് ചെയ്യാം. 2 ഗ്ലാസ്സിൽ 1 ഗ്ലാസ് തേങ്ങാവെള്ളം ആഡ് ചെയ്യാം. സെക്കൻഡ് ബാച്ച് ഞാൻ അവലും അരിയും കൂടെ ഇട്ടാണ് അരച്ചെടുക്കുന്നത്. നമ്മൾ ഈ ഫസ്റ്റ് ബാച്ച് അരയ്ക്കുന്ന സമയം കൊണ്ട് അവലൊന്ന് കുതിരാനായിട്ട് വെക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട അവൽ കുതിരാൻ, അരയാൻ എളുപ്പത്തിനാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് എനിക്ക് വേണ്ടത് അപ്പത്തിന്. അതുകൊണ്ടാണ് ഞാനൊരു ശകലം വെള്ളം കൂടെ ലാസ്റ്റ് ഒഴിച്ചത്. ഇത് നല്ലപോലെ പുളിച്ച് വാങ്ങാൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറേ സമയമെടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് ഈ ഒരു രീതിയിൽ ഇത് നല്ലപോലെ പുളിച്ച് കിട്ടും. നല്ല പുതുപുതാന്നിങ്ങനെ ഇരിക്കും. ഇതുകൊണ്ട് നല്ല സോഫ്റ്റ് അപ്പോൾ ക്രിസ്പി അപ്പോൾ എന്ത് വേണേലും ഉണ്ടാക്കാം. ഞാൻ ക്രിസ്പി അപ്പം ഉണ്ടാക്കുന്നത് നിർത്തിയതാട്ടോ. കാരണം ക്രിസ്പി അപ്പം ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ഒരു 2-3 എണ്ണം കറുമുറ ക്രിസ്പി അപ്പം കടിച്ച് തിന്നും. അത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഉണ്ടാക്കണം ഒരു 3-4 എണ്ണം കറി കൂട്ടി തിന്നാൻ വേണ്ടിയിട്ട്. മുതലാവുന്നില്ല എന്ന് കണ്ടപ്പോൾ അപ്പച്ചട്ടി ക്രിസ്പി അപ്പം ഉണ്ടാക്കാനായിട്ട് കൊള്ളത്തില്ല ഈ അപ്പച്ചട്ടി എന്ന് പറഞ്ഞ് ഞാൻ അതങ്ങ് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. ഇപ്രാവശ്യം ഞാൻ അപ്പം ക്രിസ്മസ് ഈവനിങ്ങിലാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഒരു ഫിഷ് മോളിയുടെ കൂടെയാണ് ഞാനിത് സെർവ് ചെയ്തത്. ഫിഷ് മോളിയുടെ റെസിപ്പി നാളെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ചെയ്തില്ലാത്തൊരു ഉപകാരമല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടിപൊളി ഫിഷ് മോളി റെസിപ്പി